പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ചുള്ളിക്കാട്ടിൽ കുടുംബക്ഷേത്രത്തിൻ്റെ തോറ്റമ്പാട്ട് മഹോത്സവമാണ് ഒരു നാടൻ മാൻ ചാനലിലൂടെ കാണിക്കുന്നത്. അവിടുത്തെ ദേവതകളായ ഭഗവതി, കുഞ്ഞിക്കോര മുത്തപ്പൻ, കരിങ്കുട്ടി സ്വാമി, വിഷ്ണുവായ സ്വാമി, വീരഭദ്രസ്വാമി, ഖണ്ഡാകർണസ്വാമി, ഭുവനേശ്വരി അമ്മ, ബ്രഹ്മരക്ഷസ്, കുന്നത്തേരി മുത്തപ്പൻ, പിന്നെ കരിനാഗം, മണിനാഗം. ഇവിടുത്തെ ഭഗവതിയുടെ ഇഷ്ടപ്പെട്ട വഴിപാട് പുഷ്പാഞ്ജലി, നെൽപ്പറ. മുത്തപ്പന് കള്ള് നിവേദ്യം, കോഴി.
വേണം കുറച്ച് വെള്ളം കൊടുക്കണം.
മൂർത്തികളെ പഠിച്ചോറാക്കിയിട്ടാൽ സ്ഥാനം നൽകാൻ മക്കളെ കാണാനോ മരുമക്കളെ കാണാൻ കിടാങ്ങളെ കാണാൻ തറവാട് കാത്തു രക്ഷിക്കാൻ എഴുന്നള്ളി മുത്ത തന്റെ കോട്ട കോട്ടി തകർത്തു വീരഭദ്രസ്വാമി തന്റെ തല അസല കൊണ്ടാണ് ആശ വച്ചുവേ തന്റെ നല്ല മൂന്നോ തുള്ളി രക്തം കുടിക്കുമ്പേ വീരഭദ്രന്റെ ദാഹം മാറിയേ മുഖം മാറുന്നുണ്ട് കെട്ടോടെ നുള്ളി വന്നാൽ
നമുക്കറിയതായിരിക്കുന്ന സ്ഥാനത്തും മോനിട്ടിരിക്കുന്നതായിരിക്കുന്ന പതി മണ്ഡപത്തിലും നാം പ്രത്യേകം സന്തോഷിച്ചിരിക്കണം. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാ ചവന്മാരോടും കൂടിയിട്ടാണ് പറയാനുള്ളത്. ആവശ്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് കളയാം. ഇവിടെ നമ്മൾ ജ്യോത്സ്യന്മാരെ ഒരു പരിധി വിട്ട് ആശ്രയിക്കരുത്. കാരണം അവർ പുതിയ ചടങ്ങുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് പണി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും താമ്പൂല പ്രശ്നം അല്ലെങ്കിൽ ദേവപ്രശ്നം നടക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു അമ്പലത്തിലും ഭഗവാന്റെ സ്വത്ത് കട്ടുകൊണ്ടുപോകണമെന്ന് ഒരു ജ്യോത്സ്യനും പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾ, അതായത് ന്യൂ ജനറേഷൻ കുട്ടികൾ +2 കഴിഞ്ഞ് വിദേശത്തേക്ക് പോവുകയാണ്. 90% അവിടെ സെറ്റിലാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചിലവ് ചുരുക്കി കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത് ശക്തിക്ക് അനുസരിച്ച വഴിപാടെന്നാണ്. എനിക്കിപ്പോൾ ഒരു മണിച്ചേട്ടൻ്റെ ഡയലോഗ് ഓർമ്മ വരുന്നത്, വല്ലാണ്ടായ ഇല്ലാണ്ടാവും.